ഈ വീഡിയോയിൽ സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. ഇത് വെബ്സൈറ്റിൽ സംഭവിക്കുന്ന ഒരു വൾണറബിലിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, വെബ്സൈറ്റിൽ എന്തെങ്കിലും സെൻസിറ്റീവ് ഇൻഫർമേഷൻ യൂസേഴ്സിന് റിവീൽ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് വെബ്സൈറ്റിലെ യൂസറിന്റെ ഡാറ്റയോ അവരുടെ യൂസർ നെയിമോ വേറെ എന്തെങ്കിലും ഡാറ്റ, പിന്നെ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ ടെക്നിക്കൽ ഇൻഫർമേഷനോ ഇൻഫ്രാസ്ട്രക്ചറോ സോഴ്സ് കോഡോ അങ്ങനെ എന്തെങ്കിലും റിവീൽ ചെയ്യുകയാണെങ്കിൽ അതിന് സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ എന്ന് പറയാം. ഈ ഡാറ്റയൊക്കെ ഒരു അറ്റാക്കേഴ്സിന്റെ കയ്യിൽ കിട്ടിയാൽ അതൊരു സീരിയസ് ഇഷ്യൂ ആവും. കാരണം അത് എന്ത് ഡാറ്റ വേണമെങ്കിലും ആവും. എല്ലാ ഡാറ്റയും യൂസ്ഫുൾ ആയിരിക്കണം എന്നില്ല. പക്ഷെ ഇതെങ്ങാനും മറ്റാരും കാണാൻ പറ്റാത്ത വല്ല കോൺഫിഡൻഷ്യൽ ഡാറ്റയാണെങ്കിൽ അവിടെയാണ് ഇഷ്യൂ വരുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, വെബ്സൈറ്റിൽ ഈ ഏരിയാസിലൊക്കെ ഈ മിസ്കോൺഫിഗറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡാറ്റ റിവീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. robot.txt എന്ന ഡയറക്ടറിയിൽ ഈ ഹിഡൻ ഡയറക്ടറി എന്തെങ്കിലും റിവീൽ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടെമ്പററി ബാക്കപ്സിൽ സോഴ്സ് കോഡ് റിവീൽ ചെയ്യാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ എറർ മെസ്സേജ് ഷോ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഡാറ്റ, സെൻസിറ്റീവായ ഡാറ്റ റിവീൽ ചെയ്യുക. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലുള്ള സെൻസിറ്റീവ് ഇൻഫോ വെബ്സൈറ്റിൽ എവിടെ റിവീൽ ചെയ്യുക. ഇനി പോർട്സുഗറിൽ ഇതിന്റെ ലാബ് ഉണ്ട്. അതൊന്ന് 1-2 ലാബിന്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ലാബ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഇൻ എറർ മെസ്സേജ്. ഈ ലാബ് ഒന്ന് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഒരു തേർഡ് പാർട്ടി ഫ്രെയിം വർക്കിന്റെ വേർഷന് ഇതിൽ റിവീൽ ചെയ്യുന്നതാണ് പറയുന്നത് ഈ ലാബിൽ. അത് കണ്ടുപിടിച്ച് സബ്മിറ്റ് ചെയ്താൽ ലാബ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ലാബ് ഒന്ന് ആക്സസ് ചെയ്യാം. ഒരു വെബ്സൈറ്റ് ലോഡ് ആയിട്ടുണ്ട്. ഇതൊരു ഷോപ്പിംഗ് വെബ്സൈറ്റ് ആണ്. ഇനി ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കയറി നോക്കാം. അപ്പൊ ഈ പ്രോഡക്റ്റ് നോക്കിയാൽ ഇതിന്റെ പ്രൈസ്, ഒരു ഇമേജ്, താഴെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ കാണാനില്ല. പിന്നെ ഇതിന്റെ URL നോക്കിയാൽ, പ്രൊഡക്റ്റിന്റെ URL നോക്കിയാൽ പ്രൊഡക്റ്റ് ID 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ വാല്യൂ ഒന്ന് മാറ്റി നോക്കാം. 2 കൊടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റിന്റെ ഇമേജും അതിന്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. 3 ആക്കി നോക്കിയാൽ അവിടെ തേർഡ് പ്രൊഡക്റ്റ് ഷോ ചെയ്തു. ഇനി ഇവിടെ എന്തെങ്കിലും ഒരു ഡാറ്റ, എന്തെങ്കിലും വാല്യൂ ടൈപ്പ് ചെയ്ത് ഒരു എറർ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിൽ നോക്കിയാൽ ഇന്റേണൽ സെർവർ എറർ എന്നൊരു മെസ്സേജ് വന്നു. താഴെ നോക്കിയാൽ അപ്പാച്ചിന്റെ ഒരു വേർഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ലാബിന്റെ ആൻസർ. വാല്യൂ ഒന്ന് സബ്മിറ്റ് ചെയ്താൽ ഈ ലാബ് കംപ്ലീറ്റ് ആവും. ഈ ലാബിൽ ഒരു എറർ മെസ്സേജിലൂടെ ഒരു സെൻസിറ്റീവ് ഇൻഫർമേഷൻ റിവീൽ ചെയ്തു. അതായിരുന്നു ഇതിൽ സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ. ഇനി വേറൊരു ലാബും കൂടി നോക്കാം. സോഴ്സ് കോഡ് ഡിസ്ക്ലോഷർ വിയ ബാക്കപ്പ് ഫയൽ. ഈ ലാബിൽ ബാക്കപ്പ് ഫയൽസിൽ സോഴ്സ് കോഡ് ലീക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ലാബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസ് പാസ്വേഡ് സോഴ്സ് കോഡിൽ നിന്ന് കണ്ടുപിടിച്ച് അതിൽ സബ്മിറ്റ് ചെയ്യണം. ഒരു ഹിഡൻ ഡയറക്ടറിയിലാണ് ബാക്കപ്പ് ഫയൽ ഉള്ളത്. അപ്പോൾ ലാബ് ഒന്ന് ആക്സസ് ചെയ്ത് നോക്കാം. ഇതൊരു സ്റ്റോറിന്റെ വെബ്സൈറ്റ് ആണ്. ഹിഡൻ ഡയറക്ടറി എന്ന് പറഞ്ഞല്ലോ, മേ ബി അത് robots.txt എന്ന ഡയറക്ടറി ആവാം. അപ്പോൾ URL robots.txt എന്ന് സെർച്ച് ചെയ്ത് ആ ഫയലിന്റെ ഉള്ളിൽ പോയി നോക്കാം. അപ്പോൾ ഇവിടെ ബാക്കപ്പ് എന്ന ഡയറക്ടറി കാണാം. ഡിസലോ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതിൽ പ്രൊഡക്റ്റ് ടെംപ്ലേറ്റ് java.back എന്നൊരു ഫയൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു സോഴ്സ് കോഡ് ഉണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അവിടെ ഒരു പാസ്വേഡ് കാണാം, ഒരു കോംപ്ലക്സ് ആയ ഒരു പാസ്വേഡ്. അത് കോപ്പി ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഇതായിരുന്നു ഈ ലാബിന്റെ ആൻസർ. ബാക്കപ്പ് ഫയൽ ഒരു സോഴ്സ് കോഡ് റിവീൽ ചെയ്തു. അതിലൊരു പാസ്വേഡ് ഉണ്ടായിരുന്നു.